വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമറ. നമ്മൾ വന്നിരിക്കുന്നത് നൈക്കോണിൻ്റെ C6 Mark III എന്ന് പറയുന്ന ഒരു മോഡലുമായിട്ടാണ്. അപ്പോൾ കേരള മാർക്കറ്റിൽ ഇത് വന്നിട്ട് ഏകദേശം 2-3 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്താ പ്രകടമായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ C6 Mark IIനേക്കാളും ഇപ്പോൾ നിലവിലുള്ള എല്ലാ മിറർലെസ് ക്യാമറയെക്കാളും കുറച്ചുകൂടി സൈസ് ഉണ്ട്. ഏകദേശം പഴയ DSLR പോലെ എങ്കിൽ ഭാരം അധികമില്ലാതെ ഏകദേശം ഒരു 670 ഗ്രാമാണ് കമ്പനി പറയുന്നത്. 700 ഗ്രാമിനകത്ത് മാത്രം ഭാരമുള്ളൊരു ക്യാമറയാണത്. പക്ഷേ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമുക്കത് പിടിക്കാനായിട്ട് പല ക്യാമറകളിലും മിറർലെസ് ക്യാമറകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഗ്രിപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിനകത്ത് ഗ്രിപ്പിന് യാതൊരു പ്രശ്നമില്ലാത്തൊരു ക്യാമറയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്യാമറയാണത്. ഓരോ ക്യാമറ പുതിയത് വരുമ്പോഴും നമ്മൾ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൽ നമ്മൾ നിൽക്കാറുണ്ട്. കാരണം ഇതിലും വലിയ ഫീച്ചേഴ്സ് ഇനി എന്താ വരാനുള്ളത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സാണ് ഓരോ ക്യാമറകളിലും പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാക്ഡ് സെൻസറുകളെ കുറിച്ച് നമുക്കറിയാം. 2 ലെയർ സെൻസറുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിൻ്റെ ഡബിൾ പെർഫോമൻസ് തരുന്ന ഇരട്ടി പെർഫോമൻസ് തരുന്ന വളരെ സ്പീഡിൽ റീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ബോട്ടം ഏരിയാസിൽ മാത്രം ഡബിൾ ലെയേഴ്സ് ഉപയോഗിച്ചിട്ട് സാധാരണ C6 Mark II ഒക്കെ ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി സ്പീഡിൽ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഇതിനകത്തുള്ളത്. നേരത്തെ നല്ല സ്പീഡിൽ ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറകളെന്ന് പറഞ്ഞാൽ C8-ഉം C9-ഉം ആയിരുന്നു. ഏകദേശം അതിനോടൊത്ത് കിടപിടിക്കുന്ന രീതിയിൽ സ്പീഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻസറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രോസസ്സർ പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന C6 Mark II ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 3 മടങ്ങ് സ്പീഡിൽ XPEED 7 എന്ന് പറഞ്ഞൊരു സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻസറിൻ്റെയും പ്രോസസ്സറിൻ്റെയും സ്പീഡ് നന്നായിട്ട് കൂടിയിരിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസും നന്നായിട്ട് സ്പീഡ് കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസാണ് നമുക്ക് ഈ ക്യാമറ തരുന്നത്. പിന്നെ IBIS പറയുകയാണെങ്കിലും 8 സ്റ്റോപ്പ് വരെ, അത്യാവശ്യം ക്യാമറ ചെറിയ ഷേക്കൊക്കെ വന്നാലും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന 8 സ്റ്റോപ്പ് വരെ ഇൻറ്റേർണൽ ഇൻബിൽറ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറയും കൂടിയാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫോട്ടോയുടെ സ്പീഡ് പറയുകയാണെങ്കിൽ 20 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. JPEG-ലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ JPEG റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സിസ്കയിൽ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഇതിനകത്ത് പറ്റുന്നൊരു ക്യാമറയാണിത്. ആ സിസ്കയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 60-ൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K-ലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ല ഫുൾ HD-ലാണെങ്കിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര സ്പീഡിൽ എത്തിയിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് സ്ലോ മോഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ട്രെൻഡ് മാറുന്ന അനുസരിച്ച് സ്ലോ മോഷനും വെറൈറ്റി ആയിട്ട് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്യാമറ ആയിരിക്കും C6 Mark III എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ. പിന്നെ ഇതിനകത്ത് ഹ്യൂമൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ബേർഡ് അങ്ങനെ 9 ടൈപ്പ് ഓഫ് ഡിറ്റക്ഷനും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്കിൻ സ്മൂത്തനിങ് എന്നൊരു ഓപ്ഷൻ മറ്റ് ക്യാമറകളിൽ കാണാത്ത ഒരു സ്കിൻ സ്മൂത്തനിങ് പല ക്യാമറകളിലും ഉണ്ടെങ്കിലും നമുക്ക് ആ സ്കിൻ ടോൺ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ, അത് നമ്മുടെ അവൈലബിൾ ലൈറ്റാണോ അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് സ്കിൻ ടോണിനെ കൊണ്ടുവരാൻ ഉള്ളൊരു ഓപ്ഷൻ കൂടെ അഡീഷണലായിട്ട് ഈ ക്യാമറയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ക്ലൗഡ് സിങ്കിനകത്ത് നമുക്ക് ഇതിനകത്ത് ലറ്റ്സ് പോലെ നമുക്ക് ഏതാണോ പിക്ചർ സെറ്റ് എന്ന് വെച്ചാൽ ആ പിക്ചർ സെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കമ്പനി പറയുന്നുണ്ട്. അത് ഒന്നുകൂടി നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. പിന്നെ ക്ലൗഡ് സിങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത സ്റ്റില്ലായിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ അതേസമയം ക്ലൗഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കമ്പനി തരുന്നുണ്ട്. നേരത്തെ നമുക്ക് മൊബൈൽ വഴി ചെയ്യാമായിരുന്നു. പക്ഷേ ഹൈ എൻഡ് വീഡിയോയുടെ അതിൻ്റെ സ്പീഡ് എത്രത്തോളം പ്രാക്ടിക്കലാവും എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്ത് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. അതിന് ആ ഒരു പ്രോസസ്സ് നമ്മൾ നന്നായി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ 2 കാർഡുകൾ നമുക്ക് ഒരേ സമയം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് CF Express Type B കാർഡും ഒന്ന് ഒരു SD കാർഡും. പക്ഷേ നിങ്ങളൊരു 4K ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 6K ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയുകയാണ്. കാരണം വളരെ സ്പീഡുള്ള 1700 മെഗാബൈറ്റ്സൊക്കെ സ്പീഡുള്ള ഒരു ടൈപ്പ് B കാർഡായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. ജസ്റ്റ് നിങ്ങൾ JPEG-ലോ അല്ലെങ്കിൽ സ്റ്റില്ല് മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SD കാർഡ് ഉപയോഗിക്കാം.
പക്ഷേ അല്ലാത്ത പക്ഷം ക്യാമറ ചൂടാവാനും നിങ്ങളുടെ ഡാറ്റ ലോസ് വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു ക്യാമറയാണ് C6 Mark III എന്ന് പറയുന്നൊരു ക്യാമറ. അപ്പോൾ ഇത്രയാണ് C6 Mark III കുറിച്ച് നമുക്ക് ഒരു ആദ്യത്തെ നോട്ടത്തിൽ, അതായത് ഒരു ലുക്ക് ആൻഡ് ഫീലിലും ഒരു ദിവസം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.